നമ്മൾ വളരെ പ്രതീക്ഷയോട് കൂടി തുടങ്ങിയ ഒരു കമ്മിറ്റിയാണ് റഹീം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി. അത് നമ്മളത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മൾ വളരെ സന്തോഷകരമായി പര്യവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നമ്മുടെ കലക്ഷൻ വളരെ ഭംഗിയായി നടന്നു. നമ്മൾക്ക് പ്രതീക്ഷിച്ച കലക്ഷൻ ലഭിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺവീനറും നമ്മളെ ലീഗൽ സൈഡിലുള്ള വക്കീലും വേങ്ങാട്ട് അഷ്റഫും ഒക്കെ ഉണ്ട്. ഇവർ കൂട്ടായി സംസാരിക്കുന്നതാണ്. പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ക്രൗഡ് ഫണ്ടിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടത്തിയത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാധാരണക്കാരായ ആളുകൾ മാത്രമാണ്. ഒരു വൻതോക്കുകൾ ഞങ്ങളെ പിന്നിലില്ല. പക്ഷേ ഞങ്ങളുടെ പണമാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സഹകരിച്ച മുഴുവൻ ജനങ്ങളോടും മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടത് നമ്മുടെ റഹീമിനെ വളരെ സുരക്ഷിതമായി എത്തിക്കാൻ നിങ്ങളൊക്കെ തന്നെ ഈ ചാനലൊക്കെ സഹായിക്കണം. അതാണ് വലിയ ആവശ്യം. ഇതൊന്നല്ല ആവശ്യം. ഈ പണം പിരിച്ചത് റഹീമിന് വേണ്ടി മാത്രമാണ്. ഞങ്ങൾ 3 പേർ അടങ്ങുന്ന ട്രസ്റ്റാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിൻ്റെ കൺവീനറാണ് ഞാൻ. പ്രിയപ്പെട്ട സുരേഷാണ് ചെയർമാൻ. പ്രിയപ്പെട്ട ഗിരീഷാണ് അതിൻ്റെ ട്രഷറർ. അദ്ദേഹം അവിടെ എത്തുമെന്ന പ്രതീക്ഷയിലാണ്. ആയതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ, ഈ പ്രദേശത്തെ കേരളം ഇതാണ് യഥാർത്ഥ കേരളം എന്ന് പറയുന്നത്. യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മതപണ്ഡിതന്മാരും അതുപോലെ തന്നെ എല്ലാ മേഖല, ഓട്ടോറിക്ഷ മുതൽ കുടുംബശ്രീ മുതൽ അയൽക്കൂട്ടം മുതൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഈ സഹായത്തിന് 34 കോടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദയവ് ചെയ്ത് ആരും പണമായിട്ട് ഇനി വരരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ നന്ദി വേണം എന്നൊക്കെ അറിയില്ല. 2021 ഞങ്ങൾ ഈ കമ്മിറ്റി രൂപീകരിച്ചു. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവും ഞങ്ങൾ ആരും വിചാരിച്ചതല്ല. ത്രൂ എംബസി അത് ഞങ്ങൾ നാളെ കൂടി ആലോചിച്ച് നാളെ രാവിലെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ട്രസ്റ്റ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി നാളെ 10 മണിക്ക് യോഗം വിളിച്ചു. ഇത്ര പെട്ടെന്നാവുമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നാളെ രാവിലെ ചെയ്യും. ഇത് യുദ്ധകാലാടിസ്ഥാനത്തിലല്ല പോയത്. ഇതിലും വലിയൊരു യുദ്ധം നടക്കാണ്ടോ? സാധാരണക്കാർ ഇതൊക്കെ ചെയ്തു. അതാണ് വലിയ സന്തോഷം. സാധാരണക്കാരുടെ വേർപ്പ്. 18 വർഷമായിട്ട് സൗദി അറേബ്യയിൽ ഇതിന് തുടക്കം മുതൽ ഇതിന് ചുക്കാൻ പിടിച്ച ഒരാളുണ്ട്. അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അഷ്റഫ് വേങ്ങാടി കാര്യങ്ങൾ പറയും. അദ്ദേഹത്തെ ക്ഷണിക്കാം. അദ്ദേഹമാണ് KMCCയുടെ നേതാവാണ്. സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആബാലവൃതം വരുന്ന ജനസമൂഹം, അവർ നെഞ്ചേറ്റിയ ഒരു വലിയ ദൗത്യമാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോക മലയാളി സമൂഹം ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അവർ ജാതിമത ചിന്തകൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് അബ്ദുറഹീമിൻ്റെ മോചനത്തിലേക്ക് നമുക്ക് ഇത്രയും എളുപ്പത്തിൽ വഴിവെക്കാനുണ്ടായ കാരണം. അതിന് ഞങ്ങളോട് സഹകരിച്ചവർ ഒട്ടേറെ പേരാണ്. അത് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്, മത നേതാക്കളുണ്ട്, സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ വ്യാവസായിക കായിക രംഗങ്ങളിലുള്ള ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വളരെ പ്രധാനപ്പെട്ട അവരുടെ ദൗത്യം. അവർ ആ ഒരു നേരം മുതൽ ഈ ഉമ്മയുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ഈ വാർത്ത ലോകമെങ്ങും എത്തിച്ചപ്പോൾ അതിൻ്റെ ആ കണ്ണീരിൽ നിന്ന് ഉതിർന്നു വീണ നാണയത്തൊട്ടുകളാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ സന്തോഷ മുഹൂർത്തം ഒരുക്കിയത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് എല്ലാവരോടും, ലോകത്തുള്ള മുഴുവൻ മലയാളി സമൂഹത്തോടും ഞങ്ങൾ ഹൃദ്യമായ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇനി ഞങ്ങളുടെ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഫണ്ട് അയക്കരുത് എന്നുള്ളതാണ് വിനീതമായ അഭ്യർത്ഥന. ഞങ്ങളുടെ ഈ കണക്കുമായി ബന്ധപ്പെട്ട കൃത്യമായ ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് PMA അസോസിയേറ്റ്സിൻ്റെ CEO ആയ ബഹുമാന്യ ഷമീറാണ്. PM ഷമീർ ആ കാര്യം ഇവിടെ വിശദീകരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് പ്രവാസി സമൂഹം. റിയാദിലെ പ്രവാസി സമൂഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. വലിയൊരു
മുതൽ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ റിയാദിലെ പ്രവാസി സമൂഹം ഒറ്റക്കെട്ട, റിയാദിലെ മാത്രമല്ല പ്രവാസ ലോകത്തുള്ള മൊത്തം ആളുകളും നമ്മുടെ ഈ ദൗത്യത്തോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ റിയാദിലെ മലയാളി സമൂഹം ഏകദേശം 75ഓളം വരുന്ന സംഘടനകളുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ടായിരുന്നു അവർ ഈ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. റഹീമിന് സംഭവിച്ച ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ അദ്ദേഹത്തെ ഏത് വിധേനയും മോചിപ്പിച്ചുകൊണ്ട് ഈ കണ്ണീരൊഴുക്കുന്ന ഉമ്മായുടെ അരികിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആ മഹത്തായ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ ഈ ധൈര്യപൂർവ്വമുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഈ തുക ഏറ്റെടുക്കാൻ. ഈ വലിയ തുക 34 കോടി എന്ന് പറയുന്നത് വലിയ തുകയാണ്. 15 മില്യൺ റിയാൽ എന്ന് പറയുന്നതും വലിയ തുകയായിരുന്നു. ആ തുക ഏറ്റെടുത്തുകൊണ്ട് റിയാദിലെ മലയാളി സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. അവരോടുള്ള കടപ്പാടും കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ അബ്ദുറഹീം ലീഗൽ അസിസ്റ്റൻസ് ഈ ട്രസ്റ്റിൻ്റെ പേരിൽ ആരംഭിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലൂടെ ആപ്പ് വഴിയും ബാങ്കിലേക്ക് നേരിട്ടും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 1 മണിക്കൂർ മുമ്പെയുള്ള കണക്ക് പ്രകാരം 31,93,46,568 രൂപ, 31,93,46,568. അതുകൂടാതെ പണമായി നേരിട്ട് ഇങ്ങോട്ട് എത്തിച്ച പണം 2,52,00,000 രൂപയുമുണ്ട്. ഇത് 1 മണിക്കൂർ മുമ്പെയുള്ള ബാങ്ക് അക്കൗണ്ടും ഈ നിമിഷം വരെയുള്ള പണമായി ഏൽപ്പിച്ചവരുടെയും കണക്കാണ്. അങ്ങനെ നിലവിൽ 34,45,46,568 രൂപ, 34 കോടി രൂപ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്ന ഈ സംവിധാനത്തിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 34,45,46,568 റുപ്പീസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓഡിറ്റും എല്ലാവിധ വരവ് ചെലവ് കണക്കുകളും അടുത്ത ദിവസം തന്നെ കമ്മിറ്റി നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കും. ഇതാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ 1 കോടി രൂപ ഉൾപ്പെടെയാണ് ഈ തുക.